നമ്മളെല്ലാവരും ഒരു ട്രെൻഡിൻ്റെ പിന്നാലെ മാത്രം ജീവിക്കുന്ന ആളുകളാണ്. നാട്ടിൽ എന്ത് നടക്കുന്നു, നാട്ടുകാരെന്ത് കാണിക്കുന്നു, സോഷ്യൽ മീഡിയകളിൽ പുതിയ പുതിയ സംഭവ വികാസങ്ങൾ കടന്നു വന്നവൽ അത് മുഴുവനും നമ്മളുടെ വീടകങ്ങളിലും ഇമിറ്റേറ്റ് ചെയ്യപ്പെടാൻ വെമ്പൽ കൊള്ളുന്നവരായിട്ട് പുതിയ തലമുറയെ നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നില്ലാതെ എന്ത് കല്യാണങ്ങളാണെന്ന് ചില പേരുകൾ ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഉള്ളുകൊണ്ട് ചിരിച്ചു പോയേക്കാം. നമ്മൾ സാധാരണ ഒരു കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന കുറേ സംഭവവികാസങ്ങളുണ്ട്. ഇപ്പോൾ ഈ മോം ടു ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലിങ്ങനെ നടക്കും. പിന്നെ അത് കഴിഞ്ഞാലൊരു ഇപ്പോൾ അടുത്തൊക്കെ കണ്ടിട്ടുള്ളൊരു ചടങ്ങാണ് ഈ വളക്കാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ചടങ്ങുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടിയുടെ ജെൻഡർ ഗസ് ചെയ്ത് പറയാൻ അതിന് വേണ്ടിയിട്ടൊരു സെലിബ്രേഷൻ അത് വേറെ നടക്കുന്നുണ്ട്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നടത്തുന്ന കോപ്രായങ്ങൾ അത് വേറെയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് മഞ്ഞക്കല്യാണം, ഹൽദി, മെഹന്തി അങ്ങനെ തുടങ്ങി പല വർണ്ണങ്ങളിലുള്ള കല്യാണങ്ങൾ മാറി ഇന്ന് പുതിയ സർപ്രൈസ് വിസിറ്റ് എന്ന പേരിലുള്ള ഒരു ചടങ്ങുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നു. ഇതൊക്കെ അതിൻ്റെ ഒരു ഒഴുക്കിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ ആളുകൾ പുതിയത് തേടിക്കൊണ്ടിരിക്കാൻ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മളും എടത്തനാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റി ആളുകളും ജന്മന മുജാഹിദുകളായി സലഫികളായി കടന്നു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അപകടങ്ങളെ പ്രമാണബദ്ധിതമായി പഠിക്കുന്നതിലുപരി ഒരുപക്ഷെ ഒരു ഒഴുക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം നമ്മളിലും കടന്നു വന്നേക്കാം. അപ്പോൾ ഞങ്ങളുടെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ എരുമപ്പെട്ടിക്കടുത്ത് നെല്ലുവായി എന്ന് പറയുന്ന സ്ഥലത്തൊരു മരണം നടന്നു. ആ മരണവുമായി ബന്ധപ്പെട്ട് സൗദിയിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് മരണപ്പെട്ടത്. അപ്പോൾ അവിടെ ജനാസ എടുക്കുന്ന സമയമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നാട്ടിലൊക്കെ പറഞ്ഞാൽ യാഥാസ്ഥികരാണ് മെജോറിറ്റി ഉള്ളത്. അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ ആദ്യത്തെ വീട്ടുകാരാണ്, മുജാഹിദിലെ ആദ്യത്തെ വീടുകളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ എല്ലാ ബിദഅത്തുകളും ഇങ്ങനെ കുലങ്കഷമായി നടക്കുന്നതിനിടയിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിങ്ങളുടെ നാട് എവിടെയാണ്? ഞാൻ പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്, ഇവിടെ അടുത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരെ പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി എടവണ്ണ ഒതായി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സൗദിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ നാട്ടുകാർ ചെയ്യണ പോലെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൂട്ടുപ്രാർത്ഥനയിൽ ഈ അനാചാരങ്ങളൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ മാറി നിൽക്കുന്ന കണ്ടപ്പോൾ സത്യത്തിൽ അവർക്കിതൊന്നും മനസ്സിലായിട്ടല്ല. അവർ ജന്മന മുജാഹിദുകളാണ്, സലഫികളാണ്. അതുകൊണ്ട് തന്നെ പലതിൻ്റെയും കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു വന്ന ആളുകളാണ്. പ്രിയമുള്ളവർ, ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു കുട്ടി ജനിക്കുക എന്നുള്ളത് ഒരുപാട് പ്രാർത്ഥനകളുടെ ഒരു അകമ്പടി വേണ്ട ഒന്നാണ്. കാരണം ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അവർ പോലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, റബ്ബി ഹബലി മിനസ് സ്വാലിഹീൻ, അള്ളാഹുവേ സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. റബ്ബി ഹബലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാ. നമ്മൾ പലപ്പോഴും ആൺകുട്ടിക്കും പെൺകുട്ടിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അല്ലേ? ആൺകുട്ടി, ചില ആളുകളൊക്കെ പറയും പെൺകുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമല്ല. അപ്പം എനിക്ക് അൽഹംദുലില്ലാ എൻ്റെ മൂത്തതൊരു മോളാണ്. പെരുമ്പലാവ് അൻസാർ ഹോസ്പിറ്റലിൽ വൈഫിൻ്റെ പ്രസവം കഴിഞ്ഞ് ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ നാട്ടുകാരിയായ ഒരു വല്യമ്മ താഴെ. അപ്പം എന്നോട് ചോദിച്ചു, എന്താ മോനെ ഇവിടെ? ഞാൻ പറഞ്ഞ വൈഫ് പ്രസവിച്ചതാണ്. എന്താ കുട്ടി? പെൺകുട്ടിയാണ്. സാരല്ല, അള്ള തരണതല്ലേ. എന്തോ ഒരു അപകടം സംഭവിച്ചതുപോലെ നമ്മളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ നോക്ക്. ആകെ മറിയം ബീവിയുടെ ജന്മവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ജനിക്കുന്ന കുഞ്ഞിനെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി നൽകാം എന്ന് നിയ്യത്താക്കിയ ഒരു കുട്ടി നേർച്ചയാക്കിയപ്പോൾ ആ കുട്ടി ജനിച്ചതൊരു പെൺകുട്ടിയായല്ലോ എന്നൊരു പരിഭവം പറഞ്ഞു എന്നല്ലാതെ ഇസ്ലാമിൽ ആൺകുട്ടി വേണമെന്നോ പെൺകുട്ടി വേണമെന്നോ പറഞ്ഞില്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കാനുള്ളത് റബ്ബി ഹബലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. റബ്ബി ഹബലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ഒരു നല്ല സന്താനത്തെ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന
നാളെ ഖബറിൽ ചെന്നാൽ നമുക്ക് പ്രതിഫലം നൽകാൻ വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി ദുആ ചെയ്യുന്ന അതിനെ ആഗ്രഹിച്ചിട്ട് വേണം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മൾ ദുആ ചെയ്യാൻ. ഇനി മാത്രമല്ല, നമുക്ക് കിട്ടുന്ന മക്കൾ ഉപകാരപ്പെടണമെങ്കിൽ അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത കുറേ നടപടികളും ആചാരങ്ങളും ചെയ്തിട്ട് അവസാനം ബറക്കത്ത് തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്, ഒരാൾക്കൊരു സന്താനമുണ്ടായി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. അത് പ്രവാചകന്റെ ചര്യയാണ്. മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു എനിക്കൊരു കുഞ്ഞു ജനിച്ചു എന്ന് പറഞ്ഞ് പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു എന്നാണ്. നമ്മളൊക്കെ സാധാരണ അതിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ബാറക്കല്ലാഹു ഫിൽ മൗഹൂബ്. അള്ളാഹു താങ്കൾക്ക് നൽകിയ ഈ സമ്മാനത്തിൽ, ഈ സന്തതിയിൽ അള്ളാഹു താങ്കൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്യുക. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും ബറക്കത്താണ്. പക്ഷെ അള്ളാഹുവിൻ്റെ പൊരുത്തം ഇല്ലാത്ത പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് അതിൽ ബറക്കത്ത് തരണേന്ന് ചോദിക്കുമ്പോൾ ബറക്കത്ത് തരേണ്ടുന്നവൻ അള്ളാഹുവല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ സാധാരണ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് അവരുടെ കഴുത്തിലൂടെ ഒരു മാല പോലെ അണിയിച്ച് അവരെ മോം ടു ബി എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടാക്കി അതിനു വേണ്ടി പ്രത്യേകമായ ഒരു കേക്ക് കട്ട് ചെയ്ത് പല സംസ്കാരങ്ങൾ നമ്മൾ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് പറയും, ഒരു 7-8 മാസങ്ങൾ എത്തുന്ന സന്ദർഭങ്ങളിൽ കുറേ കുപ്പിവളകളെ കൊണ്ടുവന്ന് അതിനും ഒരു കേക്ക് കൊണ്ടുവന്ന് വെച്ച് അവർക്ക് ഓരോരുത്തരായി വളകൾ ഇങ്ങനെ ധരിപ്പിച്ച് അതിൻ്റെ കൂടെ വീണ്ടും ഇങ്ങനെ മധുരം വരുന്ന ഓരോരുത്തരും, നമ്മുടെ നാട്ടിലൊക്കെ ഹൈന്ദവ സമുദായത്തിൻ്റെ ചടങ്ങുകളിൽ കാണാൻ സാധിക്കും, വായിലേക്ക് മധുരം ഇങ്ങനെ വരുന്ന ആളുകളൊക്കെ. അതായത് ഒരു കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞാൽ ആ പുതുമണവാട്ടിക്കും മണവാളനും വരുന്ന ആളുകൾ മുഴുവൻ മധുരം ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കാൻ തിന്ന് അവരുടെ ഉപ്പാടളകുന്ന രൂപത്തിൽ എല്ലാ ബന്ധുക്കളും ഇങ്ങനെ മധുരം കൊടുക്കണ പോലെ ഈ കുട്ടി ഗർഭവതിയായ ഒരു പെണ്ണിനെ അവർക്ക് വേണ്ടി വളക്കാപ്പ് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ മക്കളുടെ ജെൻഡർ ഗസ് ചെയ്യാൻ വേണ്ടി, പ്രിയമുള്ളവരെ, അതാണാവട്ടെ പെണ്ണാവട്ടെ എവിടേക്കാ നമ്മൾ ഗസ് ചെയ്യാൻ വേണ്ടി പോണേ? അവിടെ അള്ളാഹിനോട് പറയേണ്ടത് റബ്ബേ സ്വാലിഹായ സന്താനമാക്കണേ അല്ലാന്നാണ്. അങ്ങനെയല്ലേ ദുആ ചെയ്യാൻ. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹുഅൻഹയുടെ അടുക്കലേക്ക് ഒരു ഉമ്മ 2 മക്കളെയും കൊണ്ടുവരികയാണ്. അവർക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹുഅൻഹ വീട് മൊത്തം വരതുമ്പോഴും കിട്ടുന്നത് ഒരു കാരക്കയാണ്. അത് ആ ഉമ്മാന്റെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ അതിന് 2ആയി കീറി 2 മക്കളുടെ കയ്യിൽ വെച്ചു കൊടുത്തപ്പോ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആർത്തിയോടുകൂടെ കഴിച്ചു പോയ മക്കള് ആയിഷ റളിയല്ലാഹുഅൻഹ അള്ളാന്റെ മുത്തുനബിയോട് ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, ആ 2 പെൺമക്കളില്ലേ, ആ 2 പെൺമക്കളില്ലേ, നരകാഗ്നിയിൽ നിന്നുള്ള മറയാണ് ആ ഉമ്മാക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പെൺമക്കളെ ദീനനുസരിച്ച് വളർത്തി ഫഅദ്ദബഹുന്ന, അവർക്ക് ദീനിന്റെ സംസ്കാരങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത് ദീനുള്ളവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അവർക്ക് സ്വർഗമുണ്ടെന്നാണ്. സ്വർഗമുണ്ടെന്ന് മാത്രമല്ല, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 2 പെൺമക്കളാണോ 1 പെൺകുട്ടിയാണോ സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീൻ. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടപ്പോൾ ജെൻഡർ ഗസ് ചെയ്യാനോ അതിൻ്റെ പേരെ തൽപരരായി കാത്തിരിക്കാനോ ഒന്നും നമ്മളുടെ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു കുഞ്ഞ് ജനിച്ച നമുക്ക് ചെയ്യാനുള്ള സന്തോഷങ്ങൾ എന്താണ്? മഹാനായ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ തന്നപ്പോ ഫഅതൈതു ബിഹിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് ഞാൻ ആ കുഞ്ഞുമായി കടന്നു ചെല്ലുകയാണ്. സമ്മാഹു ഇബ്രാഹിം എന്ന പേര് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിന് വേണ്ടി നൽകുകയാണ്. എന്നിട്ടോ അള്ളാന്റെ ഹബീബ് ഒരു കാരക്കയെടുത്ത് ചവക്കുന്നുണ്ട്. ആ കാരക്കയുടെ ഈത്തപ്പഴത്തിന്റെ മധുരം ആ കുഞ്ഞിന് വേണ്ടി വെച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ആ കുഞ്ഞിന്റെ ബറക്കത്തിന് വേണ്ടി അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നാണ്. റസൂലുള്ളാഹി ആ കുഞ്ഞിനെ പേര് വിളിച്ചു ഇബ്രാഹിം. പ്രിയമുള്ളവരെ, സാധാരണ നമ്മളൊക്കെ 7ാമത്തെ ദിവസമാണ് മക്കൾക്ക് വേണ്ടി പേര് വിളിക്കാറുള്ളത്. ഇനി അതല്ല, അതിന് നേരത്തെ പേര് വിളിച്ചാലും പ്രശ്നമില്ല. ഈ മകന് മാത്രമല്ല, പ്രവാചകന്റെ കുഞ്ഞ് ജനിച്ചപ്പോഴാണ് മാരിയത്തുൽ ഖിബ്തിയ്യയിലൂടെ പ്രവാചകന് ലഭിച്ച കുഞ്ഞിനെ
അള്ളാഹുവിന്റെ പ്രവാചകൻ ആ നിമിഷത്തിൽ തന്നെ ഇബ്രാഹിം എന്ന പേര് വിളിക്കുകയുണ്ടായി. പല സ്വഹാബത്തിന്റെ മക്കൾക്കും 7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ പേര് വെക്കുകയുണ്ടായി. അതുകൊണ്ട് 7 ദിവസത്തിന് മുമ്പ് പേര് വിളിക്കുന്നതിന് തെറ്റില്ല. എന്നിട്ട് പ്രവാചകൻ നോക്കി, ഫഖന്നഹു, പ്രവാചകൻ അവിടുന്ന് വായിൽ ഒരു കാരക്കയെടുത്ത് ചവച്ച് അതിന്റെ മധുരം വെച്ച് കൊടുക്കുന്നു. ഉലമാക്കൾ പറയുന്നത് കാരക്കയോ ഈത്തപ്പഴമോ വായിൽ വെച്ച് നന്നായി ചവച്ച് അതിന്റെ ഉമിനീര് കൊണ്ടുള്ള മധുരം ആ കുഞ്ഞിന് വേണ്ടി വെച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ അത് ലഭ്യമല്ലെങ്കിൽ തേന് പോലെയുള്ള മധുരങ്ങൾ കുഞ്ഞിന് വേണ്ടി നൽകാം. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിന്റെ സന്തോഷത്തിന് എന്നുള്ളതാണ്. അത് മാത്രമില്ല, നമ്മളൊക്കെ സാധാരണ കുട്ടി ജനിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യലുണ്ട്. അള്ളാഹുവിന്റെ മതമായിട്ടോ മതത്തിന്റെ ശരീഅത്തുമായിട്ടോ അതിന് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നാട്ടിലെ ഒരു സാധാരണ സന്തോഷം പങ്കിടൽ എന്നുള്ള രീതിയിൽ ഒരു ഉറഫത്ത്, ഒരു നാട്ടുനടപ്പ് പോലെ, ഒരു സന്തോഷം പങ്കിടുന്ന പോലെ നമ്മൾ ലഡു കൊടുത്തതിനോ ഒരു മിഠായി കൊടുത്തതിനോ ഒരാൾ തന്നത് സ്വീകരിക്കുന്നതിനോ നമുക്കവിടെ വിരോധമില്ല. പക്ഷേ നമ്മളുടെ കുഞ്ഞിനൊരു മധുരം അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രിയമുള്ളവരെ, ജനിച്ച ഉടനെ കുഞ്ഞിന് വേണ്ടി ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് ആളുകൾക്കിടയിലൊക്കെ കാണലുണ്ട്. ആദ്യമായി കേൾക്കുന്ന ശബ്ദമല്ലേ, അതുകൊണ്ട് ബാങ്കും ഇഖാമത്തും, കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക്, ഇടത് ചെവിയിൽ ഇഖാമത്ത് എന്നൊക്കെ നമ്മൾ പറയും. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഹദീസുകളും ലൈഫുകളാണ്, ദുർബലമായിട്ടുള്ള ഹദീസുകളാണ്. അതുകൊണ്ട് ബാങ്കും ഇഖാമത്തും കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ഏർപ്പാട് നമുക്കൊരിക്കലും നടപ്പിലാക്കാൻ കഴിയാവുന്ന വിഷയമല്ല. ഇനി ബാങ്ക് മാത്രമായിട്ട് കൊടുക്കുന്ന വിഷയങ്ങളാണോ? അതിലും ഉലമാക്കൾ പറയുന്നു, ഓരോ ഹദീസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ചില ആളുകളൊക്കെ ചിലതിനെ സ്വഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വ്യക്തമായി അതിനെ പഠനങ്ങൾക്ക് വിധേയമാക്കുമ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട ഹദീസുകളും ലൈഫുകളുടെ ദുർബലമായ ഗണത്തിൽ തന്നെയാണ് പെടുന്നത്. എന്നാൽ മറ്റൊരു ഉസൂല് നമ്മളവിടെ കാണുന്നത് ഷവാഹിദുകൾ എന്ന് പറയും. ഷവാഹിദ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ നമ്മളിങ്ങനെ ഒരു വാഴ നട്ട് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആ വാഴ കൊലൊക്കെ വന്ന് വാഴ ഇടിഞ്ഞു തൂങ്ങുമ്പോൾ അത് താഴെ വീണാതിരിക്കാൻ വേണ്ടി നമ്മളൊരു തൂണ് കൊടുക്കും. വാഴക്ക് ബലമില്ലെങ്കിലും മറ്റൊരു തൂണ് കൊണ്ട് ആ വാഴയെ താങ്ങി നിർത്തുന്നത് പോലെ ആ ഹദീസിന് തെളിവില്ലെങ്കിലും മറ്റു പല പിൻബലങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ താങ്ങി നിർത്തപ്പെട്ട ഹദീസുകളുടെ കൂട്ടത്തിൽ ഷവാഹിദുകളായി കടന്നു വന്നിട്ടുള്ളതാണ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അതുകൊണ്ട് തന്നെ ഒരാളോട് ബാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കാനോ, ഒരാൾ ബാങ്ക് കൊടുത്ത് ഒരാളെ മുബ്തദിആണ്, അയാളെ പുത്തൻവാദിയാണെന്ന് വിളിക്കാനോ നമുക്ക് അധികാരമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾ ചെയ്താൽ നീ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ബാങ്കിന്റെ വിഷയത്തിൽ ഒരാളോട് പറയേണ്ടതില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ മൗദൂദ് ഫി അഹ്കാമിൽ മൗലൂദ് എന്ന് പറയുന്ന കിതാബിൽ ഈ വിഷയങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചപ്പോഴും അത് ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും അതിനെ സംബന്ധിച്ചതൊരു ബിദ്അത്താണ് എന്ന പദം ബാങ്കിന്റെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ബിദ്അകൾ എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ട, ചെയ്യണമെന്ന് ആരെയും കൊണ്ട് നിർബന്ധിക്കാനും പോവണ്ട. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷയത്തിൽ ഒരു വിമർശന വിധേയമാക്കേണ്ടതില്ല. പക്ഷേ ഇഖാമത്തുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ലൈഫുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാൻ ഒരു കുട്ടി ജനിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, മുഅ്ജമുൽ കബീറിലൂടെ കാണാ ഇഹ്ലികീ റഅസഹു, ആ കുഞ്ഞിന്റെ തല നീ മുണ്ടനം ചെയ്യണമെന്നാണ്. വതസദ്ദഖീ വസന ശഅരിഹാ, ആ കുഞ്ഞിന്റെ മുടിയുടെ കനമില്ലയോ, ആ കനത്തിന് നീ സ്വതക്ക ചെയ്യണം, ദാനം ചെയ്യണം. ഒരു വെള്ളിയുടെ കനമാണ്, അതിന്റെ തൂക്കത്തിലുള്ള വെള്ളി നീ ദാനം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കുഞ്ഞ് ജനിച്ചാൽ 7ാമത്തെ ദിവസത്തെ സുന്നത്തുകളിൽ പറയാം, കുട്ടിയുടെ മുടി നീക്കം ചെയ്യണം. എന്നിട്ട് ആ മുടിയുടെ തൂക്കത്തിനുള്ള വെള്ളി നിങ്ങൾ സ്വതക്ക ചെയ്യണമെന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പറയാം വെള്ളി അല്ലെങ്കിൽ സ്വർണം ആ തൂക്കത്തിനെന്ന്. ഇപ്പൊ നമുക്ക് ഡൈജസ്റ്റ് ആവില്ല, കാരണം ഒരു ഗ്രാമം 10-14,000 to 16,000 24 ക്യാരറ്റ് ഒക്കെ 10. ഇതിനിപ്പോൾ ആരിപ്പോൾ 1 ഗ്രാമൊന്നും കൊടുക്കാന്നിപ്പോൾ വലിയ മനസ്സൊന്നും നമ്മൾ കാണിക്കില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഹദീസുകളിൽ വന്നത് എന്തേ ഉള്ളൂ, വെള്ളി, ആ തൂക്കത്തിനുള്ള വെള്ളി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഉലമാക്കൾ പറഞ്ഞ ആ വെള്ളിയുടെ എമൗണ്ട് എത്രയാണോ ആ വെള്ളിയുടെ
പണം, ആ പണത്തിന് നമ്മൾ പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യാം. ഇനി സ്വർണം കൊടുക്കാൻ പറ്റുമെന്ന് ചർച്ച ചെയ്യുന്നിടത്ത് അവിടെ പണ്ഡിതന്മാർ പറയണത് അതിനേക്കാൾ ഹൈറായതാണല്ലോ, കൂടുതൽ സ്വതക്ക ചെയ്യാണല്ലോ. അതുകൊണ്ട് ഒരാൾ സ്വർണത്തിൻ്റെ വില കൊടുത്തു എന്നുള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഹദീസുകളിൽ വന്ന പ്രയോഗം എന്താണ്? ആ തൂക്കത്തിനുള്ള വെള്ളിയുടെ അത്രയും നമ്മൾ എന്ത് ചെയ്യുക? സ്വതക്ക ചെയ്യാന്നല്ല. അപ്പോൾ 7ാമത്തെ ദിവസം കുട്ടിയുടെ മുടി കളയാം. അതിനു മുമ്പും മുടി കളഞ്ഞതിന് ഒരാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ 7ാമത്തെ പ്രധാനമായ സുന്നത്തുകളിൽപ്പെട്ടതാണ് കുട്ടിയുടെ മുടി കളയുക എന്നുള്ളതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുല്ലു ഉലാം റഹീനതും ബിൽ അഖീഖ, എല്ലാ കുട്ടികളും അഖീഖ കൊണ്ട് പണയത്തിലാണ്. അവർ അഖീഖ കൊണ്ട് കെട്ടിപ്പണഞ്ഞു കിടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറയാണ്, അവരെ തൊട്ട് നിങ്ങൾ അറുക്കണമെന്നാണ്. യൗമസാബിഅ, 7ാമത്തെ ദിവസം നിങ്ങൾ അറുക്കണം. വയുഹലക്ക്, അവർക്ക് വേണ്ടി നിങ്ങൾ മുടി നീക്കം ചെയ്യണം. വയുസമ്മാ, അവർക്ക് നിങ്ങൾ പേരിട്ട് കൊടുക്കണമെന്നാണ്. 7ാമത്തെ ദിവസം ചെയ്യാൻ പറഞ്ഞത് ഇത് ഇവിടെ മാത്രമല്ല, കുല്ലു ഉലാം. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് മറ്റൊരു ഹദീസില് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദ് മർഹൂന, അവർ കെട്ടിപ്പണഞ്ഞു കിടക്കുന്നവരാൻ. എന്തിനാ 2 ഹദീസ് ഉദ്ധരിച്ചെന്നറിയോ? ഉലാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആൺകുട്ടികൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു കോമൺ വേർഡാണ്. എന്നാൽ ആൺകുട്ടികൾക്ക് മാത്രമല്ല. ചില ആളുകളൊക്കെ പറയും മുടി കളയുക എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ മുടി മാത്രം കളഞ്ഞാൽ മതിയോ, പെൺകുട്ടികളെ മുട്ടടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവാം. അതുകൊണ്ടാണ് മറ്റൊരു ഹദീസില് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ജനിച്ച കുട്ടി എന്നാണ് മൗലൂദ്, ജനിക്കപ്പെട്ട ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരുടെ മുടി നിങ്ങൾ 7ാം ദിവസത്തിലൂടെ മുണ്ടനം ചെയ്യണമെന്നാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിൽ പറഞ്ഞ മറ്റൊരു വിഷയം എന്താണ്? അവർക്കൊരു പേരിട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ആ പേരിലെ അതുമായി ബന്ധപ്പെട്ട വിശദമായി ഒന്നും പറയണില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പേര് ഏറ്റവും നല്ല പേരിട്ട് കൊടുക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അബ്ദുല്ലാ, അബ്ദുറഹ്മാൻ തുടങ്ങിയ പേരുകളിൽ നിന്ന് കടന്നു വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട പേരുകൾ ഇട്ട് കൊടുക്കാം. പക്ഷെ നല്ല അർത്ഥമുണ്ടാവണം. വിപരീത അർത്ഥങ്ങളോ മോശപ്പെട്ട പദങ്ങളോ ഒന്നും ഇട്ടുകൊടുക്കാൻ പാടില്ല. നമ്മളൊക്കെ ഇങ്ങനെ വാപ്പാൻ്റെ പേര്, ഉമ്മാൻ്റെ പേര്, മൂത്ത കുട്ടിയുടെ പേര്, ഇതൊക്കെ ഇങ്ങനെ മാച്ച് ചെയ്ത് അവസാനം കൊണ്ടുവന്നിട്ട് ഒരു പേരങ്ങോട്ട് ഇട്ട് കൊടുക്കല്ലേ. അല്ല, ഇതിന് വല്ലാത്ത പിടിച്ചൊന്നും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ ഒരു ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു വിന്നറായ നമ്മുടെ സുഹൃത്തുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഫിലിം പിന്നണി സിംഗറൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ കുട്ടിക്കൊരു പേരിട്ടിട്ടുണ്ട്. അപ്പോൾ പേര് ഇട്ടതെന്താ വെച്ചാൽ പിന്നെ അൽജദ് എന്നാണ് പേരിട്ട് കൊടുത്തിട്ടുണ്ട്. അൽജദ്, അദ്ദേഹത്തിൻ്റെ പേരും വൈഫിൻ്റെ പേരും കൂടെ മിക്സ് ചെയ്തിട്ട് അൽജദ് എന്ന് പേരിട്ട് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ അവിടെ ഒരു ജോലിക്ക് വന്ന് നമ്മുടെ പള്ളിയിൽ 2ാമത്തെ ഖുതുബക്ക് യാദൃശ്ചികമായി കയറി. പിന്നെ നമ്മുടെ പള്ളിയിൽ അങ്ങോട്ട് ആക്റ്റീവായൊരു സുഹൃത്തായിരുന്നു. അപ്പോൾ ഈ അൽജദ്, അപ്പോൾ അദ്ദേഹത്തിന് ഉമ്മാനെ ധിക്കരിക്കാനും വയ്യ, പേര് മാറ്റാനും വയ്യ. ലാസ്റ്റ് പറഞ്ഞു എന്താ നമുക്കതിലൊരു കോംപ്രമൈസ് ചെയ്യാനുള്ളതെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ ഇരുന്ന് തലങ്കം വലിയൊക്കെ ലെറ്റേഴ്സൊക്കെ എഴുതിയിട്ട് അവസാനം ഇതാക്കി എല്ല് മാറ്റിയിട്ട് എസ് ആക്കിയിട്ട് അസ്ജദ് എന്നാക്കിയിട്ട് തൽക്കാലം ഉമ്മാനും കൂടെ പൊരുത്തപ്പെട്ടിച്ചത് അങ്ങോട്ട് വിട്ടു. സാധാരണ ഈ ജദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഗ്രാൻഡ് പേരൻസിനാണ് സാധാരണ ജദ് എന്ന് പറയുക. പിന്നെ അല്ല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അറബിയായി എന്നുള്ളത്. തെക്കൻ കേരളത്തിലൊക്കെ പല മുസ്ലിം കുട്ടികളും പേര് കാണാൻ സാധിക്കും. ഒരു കൊല്ലം ജില്ലയിൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ കേട്ടതിൽ അപൂർവമായൊരു പേരാണ് ലിന്ദായി മന്നബദാൻ. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എപ്പിക്കാരൻ്റെ കുട്ടിയാണ്. കാരണം 2 മക്കൾക്ക് പേരാണ് ലിന്ദായി മന്നബദി. വല്ല അർച്ചുണ്ടതിൽ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും അർത്ഥമില്ലാത്ത പേരുകളിട്ട് കൊടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ. നല്ല മീനിങ്ങുള്ള പേരുകളെ മക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതോടൊപ്പം 7ാമത്തെ ദിവസം അറവെടുക്കുക. അറവും മുടികളയലും. ഇനി നമ്മൾ ഇതിന് വല്ല ബന്ധമുണ്ടോ നമ്മൾ അതുകൂടെ പരിശോധിക്കേണ്ടത്. എന്താണ് അഖീഖ എന്ന് പറഞ്ഞാൽ? അഖീഖ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കഴിയുന്ന കുഞ്ഞിൻ്റെ തലയിൽ വരുന്ന മുടികൾ, ആ മുടികളെ നീക്കം ചെയ്യുന്നതിനും ഭാഷാപരമായി ഉപയോഗിക്കുന്ന പദം എന്താണ്? അഖീഖ എന്നാണ്. അതിനെ മുറിച്ചു കളയുക, ഒഴിവാക്കുക. ഗർഭത്തിലുള്ള മുടിയെ ഒഴിവാക്കുന്നത് അഖീഖയാണ്. ഇനി അതിൻ്റെ ശറഈലെ അർത്ഥം നമ്മൾ ഡിക്ഷണറികളിലൂടെ പരിശോധിക്കുമ്പോൾ കാണുന്നതാണ്, കുട്ടി ജനിച്ചതിന് 7ാമത്തെ ദിവസം ഒരാടിനെ അറുക്കുന്നതിനാണ് എന്ത് പറയുക? അഖീഖ എന്ന് പറയുക. അപ്പോൾ ഭാഷാപരമായിട്ടും ശറഈയായിട്ടും അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കുട്ടിക്ക് ഉമ്മാന്റെ ഗർഭപാത്രത്തിലെ മുടികൾ വളരുന്നുണ്ട്. ആ മുടികളെ നീക്കം ചെയ്യുകയും അതിന് സന്തോഷപരമായിട്ട് ഒരു മൃഗത്തിന് അറവ് നടത്തുകയും ചെയ്യുക, അത് ഓരോ രക്ഷിതാക്കളുടെ മേലും ബാധ്യതയായിട്ടുള്ള, പിതാവിൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്.
കഴിവുള്ള ആളുകളോട് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചത് എങ്ങനെയാണെന്നറിയോ? അതിനെ വാജിബെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ച മന്നഹബ്ബമിൻകും, നിങ്ങളിൽ ആരെങ്കിലും അതിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ന ഹദീസിനെ മുന്നിൽ വെച്ച് ഉലമാക്കൾ പറയാണ് അത് സുന്നത്തും മുഅക്കദാ, ശക്തമായ സുന്നത്താണ്, ഒഴിവാക്കാൻ പാടില്ലാത്ത സുന്നത്താണ്. അത് ശക്തമായ സുന്നത്തിനാണ്. പക്ഷെ കഴിവുണ്ടെങ്കിൽ അതിന് അറുക്കൽ നിർബന്ധമാണെന്ന് പല പണ്ഡിതന്മാരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അറവ് നടത്തി മുടികളഞ്ഞ് ആ സമയത്ത് ആ ദിവസം തന്നെ അറവ് നടത്തലും സുന്നത്തായ കാര്യം. നമ്മുടെ നാട്ടിലൊക്കെ മറ്റൊരു ഹദീസ് എടുത്തിട്ട് നമ്മൾ സാധാരണ പറയലുണ്ട്, 7-ന്റെ അന്ന്, അതിന് കഴിഞ്ഞില്ലെങ്കിൽ 14-ന്, അതിന് കഴിഞ്ഞില്ലെങ്കിൽ 21. ആ ഹദീസ് ലഈഫാണ്. 7 എന്നുള്ള ഹദീസ് സ്വഹീഹാണ്. പക്ഷെ 14, 21 എന്ന് പറയുന്ന ഹദീസുകൾ ലഈഫാണ്. അതുകൊണ്ട് 7-ന്റെ അന്ന് അറവ് നടത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഏറ്റവും ഖൈറ് അത് തന്നെയാണ്. അതിന് നമുക്ക് സാമ്പത്തികമായി കഴിവില്ലെങ്കിൽ അതിനോടനുബന്ധമായ ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത നാളുകളിൽ എന്താണോ നമുക്ക് കഴിയുന്നത് ആ സമയങ്ങളിലൂടെ നമുക്ക് അഖീഖ ആ കുഞ്ഞിന് വേണ്ടി ബാപ്പാക്ക് അറുക്കാവുന്നതാണ്. മാത്രമല്ല മുടികളഞ്ഞ തലയിലെ ഒരു സുഗന്ധം പൂശിക്കൊടുക്കലും അവിടെ മതപരമായി പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജാഹിലിയത്തിന്റെ കാലഘട്ടങ്ങളില് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോ സന്തോഷം കൊണ്ട് ഞങ്ങൾ അറവ് നടത്താറുണ്ട്. എന്നിട്ട് അറവ് നടത്തിയ ചോരയെടുത്തിട്ട് രക്തമെടുത്തിട്ട് പുതിയ കുഞ്ഞിന്റെ തലയിൽ ഞങ്ങൾ പുരട്ടിക്കൊടുക്കാറുണ്ട്. എന്നാൽ ഇസ്ലാം കടന്നു വന്നതിന് ശേഷം 7-ന്റെ അന്ന് ഞങ്ങൾ അറവ് നടത്തുമെന്നാണ്. കുട്ടിയുടെ തലകളെ ഞങ്ങൾ മുണ്ടനം ചെയ്യാറുണ്ട്. എന്നിട്ട് സഅഫറാൻ, കുങ്കുമം പോലെയുള്ള സുഗന്ധങ്ങള് കുഞ്ഞിന്റെ തലയിലൂടെ ഞങ്ങൾ പുരട്ടിക്കൊടുക്കാറുണ്ട്. ആ ഹദീസിന്റെ ശറഹുമായി ബന്ധപ്പെട്ട ഉലമാക്കൾ പറയാണ്, കുങ്കുമമാണോ അതല്ല അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സുഗന്ധങ്ങള് കുഞ്ഞിന്റെ തലയിലൂടെ പുരട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള സുഗന്ധങ്ങളും ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പുരട്ടിക്കൊടുക്കാവുന്നതാണ്. ഇനി മാത്രമല്ല അറുക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? അനിൽ ഉലാമി ശതാൻ, ഒരു ആൺകുഞ്ഞിന് വേണ്ടി 2 ആടുകളെയാണ് മുക്കാഫഅത്താൻ, ഒരുപോലെയുള്ള 2 ആടുകളെ അറുക്കണമെന്നാണ്. വഅനിൽ ജാരിയതി ഷാത്ത്, അതൊരു പെൺകുട്ടിയാണോ ആ പെൺകുട്ടിക്ക് വേണ്ടി 1 ആടിനെ അറുക്കണമെന്നാണ്. ആൺകുട്ടിയാണെങ്കിൽ ഒരുപോലെയുള്ള 2 ആടുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപോലെയുള്ള, അതായത് 1 ആട് ചെറുതും 1 ആട് വലുതും, അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ ഒരേ വർണ്ണങ്ങൾ വരെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിപ്പിക്കാനുണ്ട്. അങ്ങനെ വേണമെന്നല്ല, പക്ഷേ ഒരേപോലെയുള്ള 2 ആടിനെയാണ് ഒരാൺകുട്ടിക്ക് അറുക്കാനുള്ളത്. പെൺകുട്ടിയാണെങ്കിലോ അതിന് 1 ആടിനെയാണ് നിങ്ങൾക്ക് അറുക്കാനുള്ളത് എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, ഇനി നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കൊരു പക്ഷേ സാമ്പത്തികമായി കഴിവുണ്ടായില്ല. അപ്പൊ നമ്മൾ 1 ആടിനെ അറുക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വിചാരിക്കുക, ആ 1 ആടിനെ അറുക്കണം. പിന്നീട് കഴിവെത്തുന്ന സമയത്ത് മറ്റൊരാടിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അറുക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ ആൺകുട്ടികൾക്ക് വേണ്ടി അറവ് നടത്താം. ഇനി ബാപ്പ ഗൾഫിലാണെന്ന് വിചാരിക്കുക, ബാപ്പാക്കൊരു മോഹമുണ്ട്, എൻ്റെ കുട്ടിക്ക് വേണ്ടി 1 ആട് ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അറക്കണം എന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ 1 ആടിനെ ഇടത്തനാട്ടുകരയിൽ ഇറക്കാം, 1 ആടിനെ ഗൾഫിലും ഇറക്കാം. അതിനും വിരോധമില്ല. അതുപോലും ഉലമാക്കള് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പഠിപ്പിച്ചു തരുന്നതായി കാണാൻ സാധിക്കും. പക്ഷേ നമ്മളതിനെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പല ആളുകളും പറയും, നാട്ടിൽ കുറേ ആൾക്കാരില്ലേ, ഇപ്പം ഇടത്തനാട്ടുകാരെ ഞങ്ങളുടെ മഹലിൽ എന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം 4 കണ്ട എടുത്ത് നോക്കിയാലും ഇവിടെ കോട്ടപ്പള്ളി എടുത്ത് നോക്കിയാലും അങ്ങ് ആഞ്ഞലങ്ങാടി നോക്കിയാൽ എല്ലായിടത്തും ഞങ്ങൾ വലിയ തറവാട്ടേരാണ്, ഞങ്ങൾ ആ കോടന്മാരാണ് ഈ കോടന്മാരാണെന്നൊക്കെ പറയും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? 1 ആടിനെ അറുത്തിട്ട് ഇപ്പം എവിടെ എത്താനാണ്? അതുകൊണ്ട് ഇപ്പം ആട് വേണ്ടല്ലോ, തൽക്കാലം എന്ത് ചെയ്യാം? ഒരു പോത്തും കുട്ടീനെ ഇറക്കാം, കുട്ടൻ ഇറക്കാം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകന് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു കുഞ്ഞ് ജനിച്ചപ്പോ സന്തോഷം കൊണ്ട് അദ്ദേഹം ഒരു ഒട്ടകത്തിന് അറുക്കുകയാണ്. അവിടുന്ന് മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അതിനെ ശക്തമായി എതിർക്കുകയാണ്. അള്ളാന്റെ ഹബീബ് ആടിനെ പഠിപ്പിച്ചപ്പോ നീ ഒട്ടകത്തിനെ അറുക്കുകയോ എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അതിനെ എതിർക്കുന്നതായി കാണാൻ പറ്റും. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും
സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും അവിടെ പറഞ്ഞു. അതിനെ എതിർത്തു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്. അദ്ദേഹം ആ ഒട്ടകത്തിന് അറുത്തപ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത്, മഹാനായ പിന്നെ പല ഇമാം അൽബാനി പോലെയുള്ള ആളുകളൊക്കെ ആട് മാത്രമേ പറ്റൂ എന്ന് വാശി പിടിച്ച ആളുകളാണ്. ആട് മാത്രമേ, ഹദീസിൽ ആടേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ആടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. എന്നാൽ ചില ഉലമാക്കൾ അതുകൊണ്ട് കുഴപ്പമില്ല, അതായത് 2 ഹദീസുകളെ വിശദീകരിച്ചിട്ടാണ്. ഒരു ഹദീസിൽ എന്താ പറഞ്ഞത്, 7ാമത്തെ ദിവസം അവർക്ക് വേണ്ടി അറവ് നടത്തപ്പെടണം, വതുദ്ബഹു, അവർക്ക് വേണ്ടി അറവ് നടത്തപ്പെടണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന മൃഗമെന്ന് പറയാത്തത് കൊണ്ട് ഏതുമാവാമെന്ന് പറഞ്ഞവർ. എന്നാൽ 2ാമത്തെ ഹദീസില് അള്ളാഹുവിന്റെ പ്രവാചകൻ ആടിനെ മെൻഷൻ ചെയ്തത് കൊണ്ട് ആട് തന്നെ പറ്റാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, മാക്സിമം ആട് തന്നെയാണ് കൊണ്ടുവരൽ ഹൈറ്. ആടിനെ കൊണ്ടുവരാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊരു മാറ്റം വരുത്തുന്നത് ഉചിതമല്ല. ഇവനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ, ഞാനിപ്പോൾ ഒരു പോത്തിന് അറുത്തു പോയല്ലോ, ഇനിയിപ്പോൾ എന്താ കാണിക്കാൻ. അവിടെയും ഉലമാക്കൾ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും നമ്മൾ അതിലേക്ക് മടങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ അർത്ഥം 100% പണ്ഡിതന്മാരും ആടല്ലാത്തതിനെ അറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊന്നല്ല. പറഞ്ഞ അഭിപ്രായം പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ സലഫികൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടതും ചര്യയോട് ചേർന്ന് നിൽക്കുന്നതും മഹാഭൂരിപക്ഷം ആളുകൾ പണ്ഡിതന്മാരെ കണിശത പാലിച്ചതും ആട് എന്ന് വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ആടിനെ തന്നെ അറുക്കാനാണ്. അതുകൊണ്ട് മറ്റു മൃഗങ്ങളെ അറുത്ത ആളുകൾ ഇനി പഴയ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മടങ്ങേണ്ട ആവശ്യങ്ങളില്ല എന്നുള്ളതാണ്. ഇനി എന്തിനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അറുക്കണമെന്ന് നമ്മളോട് പറയാനുള്ള കാരണങ്ങൾ എന്താണ്? അത് വെറുതെ ഒരു അറവ് നടത്തണമെന്ന് പറഞ്ഞതാണോ? അല്ല പ്രിയമുള്ളവരെ, നോക്കി, അതിൻ്റെ ലക്ഷ്യങ്ങൾ ഉലമാക്കൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, ഓരോ രക്ഷിതാക്കൾക്കും അവരുടെ മക്കള് അള്ളാഹുവിന്റെ കോടതിയിലൂടെ ശഫാഅത്ത് നടത്താൻ, ആ ശഫാഅത്തിനൊരു തടസ്സമാണ്. അവിടെയും അത് റഹീന, അത് കെട്ടിക്കൊടുക്കുകളാൽ പണഞ്ഞു കിടക്കുന്നതാണ്. അതുകൊണ്ട് ആ മറ ഒഴിവാക്കാൻ മക്കളിലുള്ള അഖീഖകളെ നിങ്ങൾ നിർവഹിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ടതിൻ്റെ ലക്ഷ്യങ്ങളിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഖിയാമത്ത് നാളിലെ ശഫാഅത്തിന് വേണ്ടി ഒരു മറ കിട്ടാതിരിക്കാൻ വേണ്ടി, ആ ശുപാർശകൾ നടക്കാൻ വേണ്ടി നിങ്ങളുടെ അഖീഖകൾ നടത്തണമെന്നുള്ളതാണ്. ഒന്നുകൂടെ മനോഹരമായ രീതിയിലൂടെ ആ മക്കളുടെ ഹൃദയവിശാലത, അവരുടെ ഉന്മേഷങ്ങള്, അവരുടെ ബുദ്ധി വളർച്ചകള്, ഇതെല്ലാം മനോഹരമായി നടക്കുകയാണ് ഈ അഖീഖ കൊണ്ടുള്ള ലക്ഷ്യമെന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി മറ്റൊരു ലക്ഷ്യം പറയുന്നത്, അള്ളാഹു നമുക്ക് നൽകിയ സന്തോഷത്തില് അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാനാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങൾ അഖീഖ അറുക്കേണ്ടത് എന്ന് പോലും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ഇനി നിർവഹിക്കപ്പെടുന്നത് ഉളുഹിയത്ത് പോലെ തന്നെയാണോ? മഹാനായ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ അതേ ഹുക്കുമുകൾ തന്നെ നമുക്ക് പാലിക്കപ്പെടാം. അതായത് എന്താണോ ന്യൂനതകളില്ലാത്ത, അതുപോലെ തന്നെ 1 വയസ്സ് പ്രായമായ ആട് എന്ന് പാലിക്കപ്പെടാം. അതല്ല, അതിനെ പാലിക്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ സലഫി പണ്ഡിതന്മാർ കൂടുതൽ യോജിച്ച് നിൽക്കുന്നത് ഉളുഹിയത്തിൻ്റെ നിബന്ധനകൾ, ന്യൂനതകളില്ലാത്ത, കേടുപാടുകളില്ലാത്ത, അസുഖങ്ങളില്ലാത്ത 1 വയസ്സ് പ്രായമായ ആടുകളെ തന്നെ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആ വിഷയത്തിൽ പോലും അതിന് തടസ്സമില്ല. ഗർഭിണികളായ ആടുകളെ അറുക്കാൻ പാടില്ല, അതല്ലാത്ത രൂപത്തിലുള്ള ആടുകളെ അറുക്കാം. അപ്പോൾ ഒരു കുട്ടി ജനിച്ചതിൻ്റെ സന്തോഷങ്ങളെ നമുക്ക് ആ രൂപത്തിലൊക്കെ കൊണ്ടാടാവുന്നതാണ്. എന്നാൽ കുട്ടിയുടെ ജനനം ഇങ്ങനെ കൊല്ലം തികയുമ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കൊണ്ടുവന്ന് അതിനെ സ്റ്റേറ്റസ് ആക്കി, നമ്മൾ വലിയ സെൽഫിയ എന്നൊക്കെ പറയുന്ന ആൾക്കാർ പോലെ അതിലൊക്കെ, അതിപ്പോൾ സ്കൂളിൽ പോയ മക്കളൊക്കെ ഇങ്ങനെ എല്ലാവരും മിഠായി കൊടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ കുട്ടി മാത്രമേ ഒരു മോശക്കാരനായി മാറില്ലേ, അതുകൊണ്ട് ഒരു പാക്കറ്റ് മിഠായി കൊടുത്താലെന്നിപ്പോൾ വലിയ പ്രശ്നമില്ല എന്ന് കരുതുന്ന ആളുകളുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ജൂത ക്രിസ്ത്യാനികൾ കൊണ്ടുവന്ന ചടങ്ങുകള്, അതിന് മതത്തിന്റെ പിന്തുണയില്ലല്ലോ, അതും ഒരു നാട്ടു നടപ്പ് പോലെ കണ്ടാൽ പോരെയെന്ന് ചോദിക്കുന്ന ആളുകളോട് അല്ലാതെ മതത്തിന്റെ പിന്തുണയുണ്ട്. ഫറോവമാരുടെ ജന്മദിനം കൊണ്ട് തുടങ്ങിയതാണ്, അതൊരു ദൈവത്തിന്റെ ജന്മദിനമായി കണ്ടതാണ്. അതിന് ജൂത ക്രിസ്ത്യാനികളായി പഠിപ്പിച്ചു കൊണ്ടുവന്നതാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലയോ, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ
പിന്തുടരുമെന്നാണ്. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിലൂടെ കയറിപ്പോയാ അതുപോലും നിങ്ങൾ അനുകരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പലതും, ബർത്ത്ഡേ, ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ ആ കേക്ക് നമുക്ക് വേണ്ട അതങ്ങോട്ട് തീരുമാനിക്കുക, അതിൻ്റെ മിഠായി നമുക്ക് വേണ്ട നമ്മൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ ആയുസ്സിന്ന് ഒരു കൊല്ലം കൊഴിഞ്ഞു പോണേന് ഇപ്പം എന്താ സന്തോഷിക്കാനുള്ളത്? ഇപ്പോൾ കുട്ടികളുടെ ബർത്ത്ഡേ മേലെ തീർന്നിട്ടില്ല, വല്യപ്പാൻ്റെയും വല്യമ്മാൻ്റെയും വരെ ബർത്ത്ഡേ ആഘോഷിക്കാനും മടിയില്ലാത്തവരായിട്ട് നമ്മൾ മാറി. നട്ടപ്പാതിരാത്രി വല്യമ്മാൻ്റെ റൂമിൽ വാതിൽ മുട്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ വല്യമ്മ എന്നൊക്കെ പറയാൻ ഒരു നാണും മാനും ഇല്ലാത്തവരായിട്ട് നമ്മളിങ്ങനെ മാറാൻ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ സർപ്രൈസ് സെലിബ്രേഷനുകൾ ഇതിക്കൊന്നും നമ്മൾ പോകാൻ നിൽക്കണം. നമുക്കൊരു കൾച്ചറില്ലേ, നമുക്കൊരു സംസ്കാരമില്ലേ, നമുക്കൊരു അദബില്ലേ? അള്ളാഹിൻ്റെ ദീന് നമ്മളോട് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ പാലിക്കുക. ഇനി പ്രിയമുള്ളവർ, നമ്മളുടെ വൈവാഹിക മേഖലകളിലാണോ, അവിടെയും അള്ളാഹുവിൻ്റെ ദീന് നമ്മളോട് മാർഗങ്ങളെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിന്ന് വിവാഹത്തിൻ്റെ മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചൊക്കെ എങ്ങനെ ആർഭാടങ്ങളെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ സാധാരണ കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽദി, മെഹന്തി, മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ സർപ്രൈസ് വിസിറ്റ് എന്നൊക്കെ പറഞ്ഞു, അതായത് പുതിയാപ്പിള തലേ ദിവസം പെട്ടെന്ന് ആരും അറിയാത്ത രൂപത്തിൽ പെണ്ണിൻ്റെ വീട്ടിൽ പോയി പ്രത്യക്ഷപ്പെടലാണ് സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞ്. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപടി കൂടിപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന 2026 സർപ്രൈസ് വിസിറ്റ് പറഞ്ഞാൽ പെണ്ണ് നേരെ ചെക്കൻ്റെ വീട്ടിൽ പോയിട്ട് സർപ്രൈസായിട്ട് എൻ്റർ ചെയ്യാൻ, അതിൻ്റെ വീട്ടുകാരൊക്കെ ഇങ്ങനെ ഞെട്ടി അതൊക്കെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പകർത്തി. ഇപ്പോൾ ആണും പെണ്ണും കൂടെ കല്യാണത്തിൻ്റെ തലേന്ന് വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് അങ്ങാടി പോയിട്ടൊരു ചായയൊക്കെ കുടിച്ച് അതൊക്കെ ഒരു ട്രെൻഡിൻ്റെ രൂപത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ പറയണത് കുറച്ച് ഗൗരവത്തിലെടുക്കണം കേട്ടോ. ഇന്ന് കുടുംബജീവിതങ്ങളിൽ സമാധാനം കിട്ടണില്ല, പലർക്കും വിഷമങ്ങളാണ്. കൗൺസിലിംഗ് സെന്ററുകളുടെ മുമ്പിൽ ഇങ്ങനെ തപസ്സിരിക്കാണ്. പ്രിയമുള്ളവരെ, അള്ളാന്റെ ഹബീബ് പറയാണ്, ഏറ്റവും നല്ല ഭാഗ്യവതിയായ പെണ്ണാരാണെന്നറിയുമോ? ഒരു പെണ്ണിന് ഏറ്റവും അനുഗ്രഹമുള്ള പെണ്ണ്, ബറക്കത്തുடைய പെണ്ണാരാണെന്നറിയോ? അവരുടെ വിവാഹാന്വേഷണങ്ങൾ മുതൽ അവളുടെ മഹർ വരെ ലളിതമായി കടന്നു വന്ന പെണ്ണാരുണ്ടോ അവളാണ് ഭാഗ്യവതിയായ പെണ്ണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ് കണ്ട് ഉറപ്പിക്കുമ്പോ തന്നെ ആളുയരത്തിൽ ചോക്ലേറ്റാണ്. അതങ്ങനെ കൊണ്ടുവരാൻ ഒരു പട ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന ആരുടെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിനാരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറയാൻ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയിട്ടാണ് ഒരു റൂം നിറയെ ചോക്ലേറ്റുകൾ വരിവരിയായി സ്ത്രീകൾ വന്ന് അത് കൊടുക്കാൻ. ആളുയരത്തിൽ വേണമെന്നുള്ളതാണ്. കിറ്റ്കറ്റ് ഉയർന്ന വില കൂടിയ ചോക്ലേറ്റുകളൊക്കെയാണ്. എന്നിട്ടൊക്കെ അതിനു വേണ്ടി പണം മുടക്കാൻ നട്ടല്ലില്ലാത്ത വാപ്പാരും, പെണ്ണ് കെട്ടണവനും കൂടിയല്ല, വാപ്പാർ അതിനു വേണ്ടി പണം കൊടുക്കുക, കടം വാങ്ങിക്കുക, എന്നിട്ട് ഇത് മുഴുവൻ കൊണ്ടുപോയി ഗിഫ്റ്റിന്റെ പ്രസന്റേഷൻ വെക്കുക. വിവാഹാന്വേഷണം മുതൽ തകരാറാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ദിവസം ഇങ്ങനെ ഓർമ്മിപ്പിക്കാനാണ്. നിക്കാഹ് പോലും കഴിയാത്ത പെൺകുട്ടികളും പയ്യനും ഏതെങ്കിലും നിർണിതമായ കടൽ തീരങ്ങളോ അതല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ ആകർഷണീയമായ പ്ലേസുകളിലോ പോയി അവരുടെ വിവാഹത്തിന്റെ ഡേറ്റുകളെ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെക്കാൻ ക്യാമറാമാൻ എന്ത് പറയുന്നുണ്ടോ അതുപോലെ അഭിനയിച്ചു കൊടുക്കാൻ. നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടെന്നറിയോ? അപ്പൊ ഞാൻ പറഞ്ഞ വാക്കും ഇനി പിടികൂടണ്ട. നിക്കാഹ് പോലും കഴിയാത്ത, നിക്കാഹ് കഴിഞ്ഞവരായിക്കോട്ടെ, ക്യാമറാമാൻ പറയാണ് അവൾക്ക് ചുംബിക്കാൻ, ഉടനെ ഇവൻ ചുംബിച്ചു കൊടുക്കാൻ, അവനെ ചേർന്ന് പിടിച്ചു നിൽക്കാൻ. അവൻ എന്തൊക്കെ പറയുന്നോ അതേ രൂപത്തിലൂടെ പ്രിയമുള്ളവരെ ശരീരത്തിന്റെ ഔറത്തുകൾ അവരെ പ്രകടമാക്കുന്ന കടൽ തീരത്തിന്റെ തിരമാലകൾ അടിച്ച് വസ്ത്രങ്ങനെ കയറിപ്പോകുന്നത് മനോഹരമായ ഫോട്ടോകളെ പകർത്തി അതിനെ ഫ്രെയിം ചെയ്ത് റൂമിലൂടെ കൊണ്ടുവന്ന് വെച്ച് സേവ് ദ ഡേറ്റ് എന്ന വിവാഹത്തിന് മുമ്പ് ആണിന്റെയും പെണ്ണിന്റെയും ഫോട്ടോ വെച്ച ഈ ഫ്രെയിമുകളെ, ഫോട്ടോകളെ ആളുകൾക്ക് അയച്ചു കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? ഞങ്ങളുടെ വെഡിങ്ങിന്റെ ദിവസം നിങ്ങൾ മറക്കരുത്, ഈ ദിവസം സേവ് ചെയ്ത് വെക്കണം. ആ ഫോട്ടോ അവന്റെ ബെഡ്റൂമിൽ അലങ്കാരമായി അവൻ തൂക്കി വെക്കുന്നുണ്ട്. വിവാഹത്തിന്റെ 3 ദിവസം മുമ്പ് പിന്നെ ഹെൽത്തി എന്ന് പറഞ്ഞിട്ടൊരു മഞ്ഞ കല്യാണം. അന്ന് ഡ്രസ്സ് മഞ്ഞ, ഭക്ഷണം മഞ്ഞ. നിങ്ങൾ ആലോചിച്ചൊക്കെ പണ്ടൊക്കെ നിങ്ങൾ ഈ എടത്തനാട്ടുകരയിലൊക്കെ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഈ തേങ്ങാച്ചോറുണ്ടാക്കും. ഇവിടെ
ഞങ്ങളുടെ നാട്ടിലൊക്കെ പള്ളിയിൽ ചീരണിക്ക് ഉണ്ടാക്കുന്ന ചോറാണ്. അത് തേങ്ങാച്ചോറില്ല, അതിന് മഞ്ഞച്ചോറ് എന്താ പറയാ, മഞ്ഞ കളർ ഇട്ടിട്ട് ഉണ്ടാക്കുക. ആ ചോറുണ്ടാക്കും. എന്തിനാണ്? അന്ന് പുതിയാപ്പിള മഞ്ഞ, വീട്ടുകാർ മഞ്ഞ, അതിൻ്റെ ഒക്കെ പുറമെ മഞ്ഞപ്പൊടി കലക്കിയിട്ട്, മഞ്ഞ കളറ് കലക്കിയിട്ട് ദേഹത്ത് മുഴുവൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പല കുടുംബത്തിലും അതിനു വേണ്ടി നിങ്ങൾ ആലോചിച്ചൊക്കെ ആ ദിവസത്തിന് വേണ്ടി എത്ര ജോഡി ഡ്രസ്സുകളാണ് മഞ്ഞക്കടലിൽ വാങ്ങിച്ചു കൂട്ടിയത്. അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അന്നേക്ക് ഒരു ഡ്രസ് കോഡുണ്ട്. എനിക്ക് ഒരു സന്തോഷം തോന്നിയ നിമിഷം എന്താ അറിയോ? ചങ്ങരകുളത്തെ പള്ളിയിൽ ഒരാൾ എൻ്റെ പള്ളി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് കാര്യമായിട്ടൊന്ന് പറയണം. ഞാനത് രണ്ടാമത്തെ ഖുതുബയിൽ സൂചിപ്പിച്ചു. ഖുതുബ കഴിഞ്ഞിട്ടൊരു മൂന്നാമത്തെ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വന്നു. നമ്മളുടെ ഈ കാടാമ്പുഴ പ്രദേശത്തു നിന്നാണ് ഞങ്ങളുടെ കുടുംബത്തിന് 31 ജോഡി ഡ്രസ്സ് ഞങ്ങൾ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. 31 ജോഡി ഡ്രസ്സ് മേടിക്കണമെങ്കിൽ എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടാവും പ്രിയമുള്ളവരെ ഒരു ദിവസത്തിന് വേണ്ടി. ഞാൻ പറയണ ഇതിൻ്റെ അവസാന പോയിന്റിലേക്ക് നിങ്ങൾ വരണം. അത് കഴിഞ്ഞ് തലേന്ന് മെഹന്തി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ഒരു തട്ടിക്കൂട്ട്. അതുകൊണ്ട് ഓൾറെഡി മൈലാഞ്ചിട്ട് കൊടുക്കാൻ വേണ്ടി വേറെ ആളെയും പണമൊക്കെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. അതൊന്നും കൂടാതെ നാട്ടുകാരൊക്കെ വന്നിട്ട് വെറുതെ ഒരു ആക്ഷൻ കാണിക്കാൻ വേണ്ടി ഒരു ചടങ്ങുണ്ടാക്കി. അതിനും വേണ്ടി നമ്മൾ പണം കുറെ ചെലവാക്കി. നിങ്ങൾ നോക്ക്, ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു നിക്കാഹും വെക്കും. അന്ന് കുടുംബത്തിന് മുഴുവനും ഡ്രസ് കോഡുകളാണ്. എല്ലാവരും അതിനും കുറെ പണം ചെലവാക്കി. അവസാനം നിങ്ങൾക്കറിയോ, നിക്കാഹ് നടത്താൻ വേണ്ടി നമ്മൾ മലയാളത്തിൽ തന്നെ ഖുതുബ വേണം. കാരണം നമ്മളൊക്കെ സലഫികളാണ്. അതിലൊക്കെ നമ്മൾ വലിയ വാശിയൊക്കെ പിടിച്ച് ആ ഖുതുബൊക്കെ കഴിഞ്ഞാലേ ഇവിടെ നിന്ന് ഇങ്ങനെ നിക്കാഹ് കഴിഞ്ഞ് ദുആ ചെയ്യാണ്. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ എന്ന് വധൂവരന്മാർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഇഷ്ടപ്പെട്ട പെണ്ണിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിലോ, ഇഷ്ടപ്പെട്ട പയ്യനാണ് തെരഞ്ഞെടുത്തതെങ്കിലോ, കുടുംബ സാഹചര്യങ്ങളൊക്കെയാണ്, സാമ്പത്തികമായി ഒക്കെയാണ്, എല്ലാ സാഹചര്യങ്ങളും അന്വേഷിച്ച് പൊരുത്തമാണെങ്കിലോ ആ ജീവിതത്തിൽ ബറക്കത്ത് തരേണ്ടുന്നവനാരാ? അതല്ലാഹുവാണേ, അതല്ലാഹുവാണേ ബറക്കത്ത് തരാനുള്ളതെങ്കിലോ. പ്രിയമുള്ളവരെ, എല്ലാ ബറക്കത്തുകളെയും തച്ചുടച്ചിട്ടോ നിക്കാഹ് കഴിഞ്ഞ് ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ എന്ന് ദുആ ചെയ്യുമ്പോ ഏത് റബ്ബാ നിങ്ങൾക്ക് ബറക്കത്ത് നൽകാനുള്ളതോ? മഹാനായ ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പ്രാർത്ഥനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുമ്പോ, പ്രാർത്ഥനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകൂല, അല്ലാഹു ഉത്തരം നൽകൂല എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു ഉത്തരം നൽകൂല. പെരിന്തൽമണ്ണ അങ്ങാടി പോയിട്ട് എടത്തനാട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ബസ്സിൽ കയറി നിന്നിട്ട് ദുആ ചെയ്യുക, പടച്ചവനെ എത്രയും പെട്ടെന്ന് എടത്തനാട്ടുകാർ എത്തിക്കണേ. ഉത്തരം കിട്ടൂല. പ്രാർത്ഥനയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ പ്രാർത്ഥനയ്ക്ക് പോരായ്മില്ലാണ്ടോ, ദിക്റുകൾക്ക് പ്രശ്നമില്ലാഞ്ഞിട്ടോ അല്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞൊരു വാക്കുണ്ട്, അൽ-അദ്കാർ, ദിക്റുകൾ എന്ന് പറയുന്നത്, അതുപോലെ കാവൽ ചട്ടങ്ങൾ, ദുആകള് ബിമൻസിലത്തി സിലാഹ്, അതിനൊരു ആയുധത്തിന്റെ പവർ ഉണ്ട് എന്നാണ്. ലാ ബിഹാദിഹി ഫഖത്ത്, അതിന്റെ മൂർച്ച കൊണ്ട് മാത്രം ഒരു കാര്യമില്ല, ഉപയോഗിക്കുന്നവന്റെ കൈക്കരുത്താണ് അതിന് പ്രധാനം. ദുആ ചെയ്യുന്നവരുടെ നമ്മൾക്കതിനുള്ള അർഹതയില്ലെങ്കിൽ അള്ളാഹു ഉത്തരം നൽകില്ല. എന്നിട്ട് സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ ഉണ്ടായി, മഞ്ഞ കല്യാണത്തിന്റെ ഫോട്ടോ ആയി, കല്യാണത്തിന് കാണിച്ച ധൂർത്തുകളുടെ മുഴുവൻ ആർഭാടങ്ങളുടെ ഫോട്ടോകളും ഉണ്ടായി. മണിയറയിൽ മൊത്തം അലങ്കരിച്ചു വെച്ച്, ബെഡ്റൂമിലൂടെ അലങ്കരിച്ചു വെച്ച്, ഒരു തരി പോലും സമാധാനമില്ലാത്ത ജീവിതങ്ങൾ ഉണ്ടായി. കൗൺസിലറിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് ബന്ധങ്ങളെ തച്ചുടക്കുമ്പോ ഈ ഫോട്ടോകളും ഈ ആൽബങ്ങളും മുഴുവൻ കൊണ്ടുപോയി തീയിടുന്ന സാഹചര്യങ്ങളെ എത്ര കുടുംബങ്ങളിലാ പ്രിയമുള്ളവരെ? മക്കളുടെ ജീവിതത്തിന് ബർക്കത്ത് വേണ്ടേ? മക്കളുടെ ജീവിതത്തിന് സമാധാനം വേണ്ടേ? സന്തോഷമുള്ള ജീവിതങ്ങൾ വേണ്ടേ? അതുകൊണ്ട് അല്ലാഹുക്ക് പൊരുത്തമില്ലാത്ത ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാവരുത്. ഒരുപക്ഷെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മളോട് ഒന്നുകൂടെ പറഞ്ഞിട്ട് നിങ്ങളോട് ഹൈന്ദവ സമുദായം ആദരവോടുകൂടെ എഴുതി വെച്ച മഹചരിതമാലയിൽ എഴുതി വെച്ചൊരു വാചകമുണ്ട്. ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ല വിവാഹം എന്ന് പറയുന്നത് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയുടെ വിവാഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ വിവാഹത്തിന്റെ പ്രത്യേകത? എന്താ വിവാഹത്തിന്റെ പ്രത്യേകത? പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, അലിയേ, എന്റെ മകൾ ഫാത്തിമാനെ പെണ്ണ് കാണണമെന്നാണ്.
ഇസ്ലാമിൽ പുണ്യമുള്ള ഒരു കാര്യം തന്നെ പെണ്ണ് കാണണം. റസൂലെ കുട്ടിക്കാലം മുതൽ എനിക്ക് ഫാത്തിമാനെ അറിയാം, അല്ല വിവാഹം കഴിക്കണമെന്ന ലക്ഷ്യത്തോടെ എന്റെ മകളെ പെണ്ണ് കാണണം. പെണ്ണ് കണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹിന്റെ ഒരു ചോദ്യമുണ്ട്. അലി, എന്റെ മകൾ ഫാത്തിമക്ക് എന്ത് മഹർ കൊടുക്കുന്നതാണ്? ഈ ദുൽഫുഖാർ എന്ന് പറയുന്ന വാളും പടക്കുതിരയുമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല, അത് വിറ്റിട്ടാണെങ്കിലും എന്റെ മകൾ ഫാത്തിമക്ക് മഹർ കൊടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹറാൻ വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തുൻ നിസാ 4-ാമത്തെ ആയത്ത്, വആതുൻ നിസാ സദഖാതിഹിന്ന നിഹ്ല, അല്ലയോ പുരുഷന്മാരെ സ്ത്രീകൾക്ക് അങ്ങോട്ട് അവർ തൃപ്തിപ്പെടുന്ന മഹർ നിങ്ങൾ കൊടുക്കണമെന്നാണ്. ഫഇൻ തിബ്ന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സ, ആ കൊടുത്തതായ മഹറിൽ നിന്ന് അവരെന്തെങ്കിലും ഇങ്ങോട്ട് തന്നാൽ അത് നിങ്ങൾക്ക് വാങ്ങിച്ചു ഭക്ഷിക്കാം. പണമായി, പണ്ടമായി, പറമ്പായി, ജോലി വാഗ്ദാനമായി, വിസയായി ഇല്ലേട്ടോ, സ്ത്രീധനത്തിന്റെ ഒരു നാമ്പുകളും അള്ളാഹുവിന്റെ ദീനെ വെച്ച് പൊറുപ്പിക്കുന്നില്ല എന്ന് യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ. അതുകൊണ്ട് മഹറിന്റെ അടിസ്ഥാനത്തിൽ ഒരു പെണ്ണ് കണ്ട് വിവാഹം, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആധുനികതകൾ വല്ലാതെ കടന്നു വന്നപ്പോ നമ്മളൊക്കെ പറഞ്ഞ് കാരണവന്മാർക്കൊന്നൊരു പ്രസക്തിയില്ല. ആൾക്ക് കുറെ ഇവിടെ എന്ത് പറഞ്ഞാലും ഉണ്ടാവും. തറവാട്ടിലൊരു കാരണവര്, നാട്ടിലെ മഹലിലൊരു കാരണവര്, ഇവരില്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് തീരുമാനിക്കാൻ അറിയാം എന്ന് പറയണ മക്കളുണ്ടെങ്കിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ബറക, അള്ളാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് മഅകാബിരിഹിം, അവരുടെ കാരണന്മാരുടെ കൂടെയാണ്, മുതിർന്ന ആളുകളുടെ കൂടെയാണ് അവർക്കുള്ള ബറക്കത്തെന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മുതിർന്ന ആളുകളെ ചർച്ചക്കിരുത്തുന്നത്, കല്യാണം തീരുമാനിക്കാനും ചർച്ച ചെയ്യാനും മുഷാവറ കൂടാനും. മുതിർന്ന കാരണവന്മാരെ നമ്മൾ അവരുടെ ചർച്ചകളിൽ അതിൻ്റെ ബറക്കത്ത്, അല്ലാഹ് ബറക്കത്ത് നൽകണോ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ മാന്യമായ രീതിയിൽ ആർഭാടങ്ങൾ വേണ്ടട്ടോ, ആർഭാടങ്ങൾ വേണ്ടട്ടോ. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്വീൻ, ആർഭാടം കാണിക്കുന്നവരെ ശൈത്താനിൻ്റെ സഹോദരങ്ങളാണ്. നമ്മൾ ഒരിക്കലും ദൂർത്ത് കാണിക്കുന്ന ആളുകളായിട്ട് നമ്മൾ ഒരിക്കലും മാറില്ല പ്രിയമുള്ളവരെ. ഹൃദയം തട്ടുന്ന ഒരു നോവലുണ്ട്, അതിൻ്റെ പേരെന്താണെന്നറിയോ? ബിരിയാണി എന്നാണ്. ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്. ആ നോവലിലെ എഴുതി വെച്ചൊരു വിഷയം എന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ കല്യാണത്തിന് ബാക്കി വന്ന ബിരിയാണി മുഴുവനും കുടിച്ചിടാൻ വേണ്ടി അതിൻ്റെ ഓണർ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയോട് നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹം ഒരു കുടികുത്തിയിട്ട് അതിലേക്ക് ഈ ബസ്മതി റൈസിന്റെ ബിരിയാണി മുഴുവൻ ഇങ്ങനെ തട്ടിക്കളയുമ്പോൾ ഇയാളിങ്ങനെ കരയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് ബസ്മതി എന്നാണ് അയാളുടെ മകൾക്ക് അദ്ദേഹം പേരിട്ടത്. ആ പേരിനൊരു കാരണമുണ്ട്. ഗർഭിണിയായി ഭർത്താവിനോട് ആഗ്രഹം പറഞ്ഞ സഹോദരി ഭക്ഷണമില്ലാതെ വിശപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ അവസാനം കൊടുത്തെന്തെന്നറിയോ? അവരാഗ്രഹം പറഞ്ഞ എനിക്കൊരല്പം ബസ്മതി റൈസ് കഴിക്കണം എന്നുള്ളതാണ്. അദ്ദേഹം കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് കൊടുത്ത കുറച്ച് അരിമണികൾ അതിങ്ങനെ സ്വാദോടുകൂടെ ഓരോന്നെടുത്തിട്ട് ആ അരിമണികൾ അവർ കഴിച്ചു എന്നുള്ളതാണ്. പിന്നീട് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകളിൽ പട്ടിണിയോടവർ അദ്ദേഹത്തിൽ നിന്ന് വിട പറയുമ്പോൾ ആ ജീവിതത്തിന് ഓർക്കുന്ന മനുഷ്യനാണ് കാലുകൊണ്ട് ബിരിയാണി ആ കുഴിയിൽ ഇങ്ങനെ ചവിട്ടിത്താഴ്ത്തുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയത് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പലപ്പോഴും പറയില്ല, ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഫുഡ് ഉണ്ടാക്കില്ലേ. നമ്മളൊക്കെ ഒരു സമയത്ത് കാറ്ററിങ് ഇവൻ്റൊക്കെ നമ്മൾ കാര്യമായിട്ട് ചെയ്തിരുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും തന്നെ പെർ ഹെഡ് കൊട്ടേഷൻ എടുക്കും. പെർ ഹെഡ് കൊട്ടേഷൻ എടുക്കുമ്പോൾ അയൽവാസിയുടെ കല്യാണത്തിന് ഒരാൾക്ക് 300 രൂപേൻ്റെ ഫുഡാണെങ്കിൽ നമ്മൾ പറയും എൻ്റെ മോളുടെ കല്യാണത്തിന് പെർ ഹെഡ് 400-ൻ്റെ ഫുഡ് വേണം, 600-ൻ്റെ ഫുഡ് വേണം. നിങ്ങളാലോചിച്ചൊക്കെ ഒരു മനുഷ്യന് തിന്നാവുന്നതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളാലോചിച്ചൊക്കെ നിങ്ങളൊരു കുട്ടൻ ബിരിയാണി ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ ട്രിക്ക് പറഞ്ഞു തരാം കേട്ടോ. അതാണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു 300 ആൾക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഏകദേശം 50 കിലോൻ്റെ അടുത്തൊരു 45 kg റൈസ് ഉപയോഗിക്കുന്നല്ലാതെ അതിലൊരു മാറ്റമില്ല. നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഒരാൾക്ക് പെർ ഹെഡ് അതിനേക്കാളും മേലെ റേറ്റ് വേണം, അയാൾക്ക് ചില്ലി 65 വേണം, അയാൾക്ക് ഫ്രൈഡ് റൈസ് വേണം, നെയ്ച്ചോറ് വേണം, അൽഫാം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പുറത്ത് 45 കിലോ റൈസ് എന്നുള്ളത് 15 കിലോനിക്ക് ചുരുങ്ങും. ഇപ്പുറത്ത് ഇവിടെ വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കണം എന്ന് പറഞ്ഞത് ലൈവ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജ്യൂസ് കൂട്ടുന്നതിനനുസരിച്ച് അവിടെ അരി കുറക്കും. കാരണം ഒരു മനുഷ്യൻ്റെ ഒരു കപ്പാസിറ്റി ഇല്ലേ, അത് കണ്ടിട്ട് നമ്മൾ പൊട്ടന്മാരാവാന്നല്ലാതെ ഇവൻറ്റുകളിൽ നടക്കുന്നൊരു പ്രധാന വിഷയം നമ്മളിങ്ങനെ ആർഭാടം കാണിക്കുക. നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുക, വരുന്ന അതിഥിക്ക് തൃപ്തിപ്പെടുന്ന ഭക്ഷണം കൊടുക്കുക, ഒരിക്കലും ഞെട്ടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ദൂർത്ത് കാണിക്കാൻ വേണ്ടിയിട്ടോ. ഞാൻ ഇപ്പോഴത്തെ ഈ ട്രെൻഡ് ഞെട്ടിക്കൽ ബിരിയാണി അല്ല പറഞ്ഞത്, ഞാനൊരു പൊങ്ങച്ചക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ മുമ്പിൽ
വേണ്ടട്ടോ. ആ വക ഒരു ആർഭാടങ്ങളിലേക്ക് നമ്മൾ നീങ്ങരുത്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി പറയാ, ബറക്കത്ത് വേണോ? നിക്കാഹുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ലളിതമായ വിവാഹമാണെന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കാർക്കും അത് അറിയാത്തോണ്ടല്ല. ഒരു കൊറോണ കടന്നു വന്നില്ലേ നമുക്കിടയിൽ, 9 ആളെ വെച്ചിട്ട് ഞാൻ ഇഷ്ടം പോലെ നിക്കാഹ് നടത്തി കൊടുത്തിട്ടുണ്ട്. 9 ആളെ വെച്ചിട്ട്. എന്തുകൊണ്ടെന്നറിയോ? 10 ആൾക്ക് അനുമതിയുള്ളൂ. 10 ആൾക്ക്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിക്കാഹ് നടത്താൻ ഇപ്പോൾ ഹത്തീബ്, പിന്നെ കുടുംബത്തിൽ നിന്ന് ആകെ വരേണ്ട ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ വീട്ടുകാർ എത്ര പേരാ? 9 ആൾക്കാർ അല്ലേ? അതിന് നമ്മൾ പഠിച്ചോരാൻ അവിടുന്ന് എണ്ണങ്ങളുടെ ലിമിറ്റ് പഠിച്ചു. എത്ര കുറഞ്ഞിട്ട് വിവാഹം നടത്താമെന്ന് പഠിച്ചു. 2018 പ്രളയങ്ങളിലൂടെ ആർഭാടമായി തയ്യാറാക്കിയ വിവാഹങ്ങളെ അതിനെ ചുരുക്കി കൊണ്ടുവരാൻ നമ്മൾ പഠിച്ചവരാണ്. പക്ഷെ എന്നിട്ട് പോലും അത് കഴിയുമ്പോ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കടന്നു പോകുമ്പോ വീണ്ടും ഈ ആർഭാടങ്ങളിലേക്ക് നമ്മൾ വഴിതിരിക്കുന്നുണ്ടെങ്കിൽ എവിടേക്കാ നമ്മളുടെ യാത്ര എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഡ്രസ്സുകളൊക്കെ വാടകയ്ക്ക് കൊണ്ടുവന്ന് ഒരു ദിവസം ഉപയോഗിക്കാനുള്ള ഡ്രസ്സിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാൻ എവിടെന്നാണ്? കയ്യിലുള്ള പണം കൊണ്ടാണോ? അതുപോലും കടമെടുത്ത് പണയമെടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് അത്തരം ഒരു വിഷയങ്ങളിലൊക്കെ നമ്മൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചും അള്ളാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാവില്ല. ആ ജീവിതത്തിൽ അള്ളാഹിന്റെ ബറക്കത്ത് ഉണ്ടാവില്ല. കരയേണ്ടി വരും. ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച കല്യാണങ്ങളാണ് 3 ദിവസം പോലും ആയുസ്സുകൾ നീളമില്ലാതെ അവസാനിച്ചു പോകുന്നത് എന്നുണ്ടെങ്കിൽ, ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയുടെ മക്കളുടെ രാജകീയമായ വിവാഹത്തിന്റെ ഡൈവോഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പൊടിപൊടിച്ച വിവാഹമായിരുന്നെന്നറിയോ? ഞാൻ പറഞ്ഞത് നമ്മളുടെ മുസ്ലിം ആളുകളിൽപ്പെട്ട ആളുകളായതുകൊണ്ട് പറഞ്ഞതാണ്. ആരെയും പേരെടുത്ത് പറയാനൊന്നും ആഗ്രഹിക്കണില്ല. പ്രിയമുള്ളവരെ, ഇനി മരണത്തിലേക്ക് ഞാൻ കടക്കണില്ല. കാരണം മരിക്കാൻ നമുക്ക് എന്തായാലും സമയമില്ല. ഞാൻ ഏതായാലും ജനനം പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായൊരു വിഷയം കൂടെ നിങ്ങളോട് പറയാൻ. അള്ളാഹുവിൻ്റെ ദീൻ എന്ത് പറഞ്ഞു അതിനോടനുസരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. കാരണം നമ്മളെ പടച്ചവൻ അല്ലാഹുവാൻ. ഒരു വാഹനം നമ്മൾ എടുക്കുമ്പോൾ ആ വാഹനത്തിനെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ വാഹനം നിർമ്മിച്ച നിർമ്മാതാക്കളായ കമ്പനി തരുന്ന കാറ്റലോഗുകളാണ് മുന്നോട്ട് പോകാൻ നമുക്കുള്ള ഏറ്റവും വലിയ ഊർജ്ജമെങ്കിൽ, മനുഷ്യനെ പടച്ച അല്ലാഹ്, അവൻ്റെ വിചാരങ്ങൾ അറിയുന്ന അല്ലാഹ്, അവൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു പ്രമാണം നമ്മളിലൂടെ തന്നിട്ടുണ്ടെങ്കിൽ ആ പ്രമാണങ്ങളുടെ മാർഗത്തിൽ മാത്രം സഞ്ചരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, അല്ലയോ വിശ്വാസികളെ, അല്ലാഹനെ അനുസരിക്കണേ, അവിടുത്തെ പ്രവാചകനെ നിങ്ങൾ അനുസരിക്കണമെന്നാണ്. ആ പദം 2 പ്രാവശ്യം അല്ലാഹു ആവർത്തിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിനോടുള്ള അനുസരണങ്ങൾ നിരുപാധികമാണ്, റസൂലുള്ളാഹിനോടുള്ള അനുസരണങ്ങൾ നിരുപാധികമാണ്. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്റെ ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്കട്ടെ എന്ന് പഴുതില്ല. അല്ലാഹ് പറഞ്ഞു 100% അനുസരിക്കണമെന്നാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു 100% അനുസരിക്കണേ. ആര് അല്ലാഹുവിന്റെ ഹബീബിനെ അനുസരിച്ചു പോയോ അവൻ അല്ലാഹനെയാണ് അനുസരിച്ചത് എന്ന്, മൂന്നാമതായി പറഞ്ഞു വഉലിൽ അംരി മിൻകും, നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ അനുസരിക്കണമെന്നാണ്. പക്ഷേ അവിടെ അല്ലാഹു അത്തിയു എന്ന് പറയുന്ന പദത്തിന് അല്ലാഹ് ആവർത്തിച്ചില്ല. കാരണം എന്താണെന്നറിയോ? നേതാക്കന്മാരോടുള്ള അനുസരണം നിരുപാധികമല്ല, അത് ഉപാധികളോടുകൂടെയാണ്. എന്ന് നേതാക്കന്മാരെ ഹക്കിന്റെ മാർഗത്തിലുണ്ടോ അവരെ നമുക്ക് അനുസരിക്കാം. അവരെന്ന് സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചോ അവരെ നമുക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായ അനുസരണമുള്ളത് അല്ലാഹുവിനോടാണ്, റസൂലിനോടാണ്. ആ മാർഗത്തിൽ വിവാഹമാണോ അല്ലാഹനെ അനുസരിക്കാൻ, ജനനമാണോ അല്ലാഹനെ അനുസരിക്കാൻ, എന്ത് പാർട്ടിയാണോ ഫംഗ്ഷനാണോ, പ്രകടനപരതകളുടെ കാലഘട്ടങ്ങളിലോ അടിച്ചുപൊളികളുടെ കാലഘട്ടങ്ങളിലോ എല്ലാം ഒരു ആഘോഷത്തിന്റെ മൂടുകളായി മാറുന്ന കാലഘട്ടങ്ങളിലോ എന്റെ ആഘോഷത്തിന്റെ ലിമിറ്റ് നിർണയിച്ചവൻ എന്റെ റബ്ബാണെങ്കിലോ, സ്വാതന്ത്ര്യം തന്നവൻ എന്റെ റബ്ബാണെങ്കിലോ, അല്ലാഹു തന്ന സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ, അല്ലാഹു തന്ന നിയന്ത്രണങ്ങളിൽ അവിടെ നിൽക്കാൻ, പരിപൂർണമായ
ഒരു പ്രമാണങ്ങളുടെ വിഷയങ്ങളെ കാണുമ്പോ സമിഅനാ വ അത്അനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയാൻ അതിന് നമ്മൾ തയ്യാറാവണം. കേട്ടു അനുസരിച്ചു എന്ന് പറയാൻ. അതല്ലാതെ അതൊക്കെ പറഞ്ഞ ഒക്കെ അങ്ങനെ ശരിയാവോ, കുറച്ചൊക്കെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന് മാറിയാലല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ചെരുപ്പിനനുസരിച്ചിട്ടൊരിക്കലും കാലിനെ വെട്ടിമാറ്റരുത്, കാലിനെ മുറിക്കരുത്. കാലിനനുസരിച്ച ചെരുപ്പേ നമ്മൾ മുറിക്കാവൂ. അള്ളാഹുവിൻ്റെ പ്രമാണങ്ങൾ എന്ത് പറഞ്ഞോ അതിനനുസരിച്ച് നമ്മൾ നിലകൊള്ള, നമ്മളുടെ നിലപാടിനനുസരിച്ച് അള്ളാഹിൻ്റെ ദീനിനെ മാറ്റാൻ നമ്മൾ തയ്യാറാവരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ഈ സദുദ്യമങ്ങളെ, ഈ പ്രവർത്തനങ്ങളെ, അധ്വാനങ്ങൾ അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, പരലോക വിജയം തന്ന് നീ അനുഗ്രഹിക്കണേ അള്ളാഹ്. കത്തിയാളുന്ന നരകത്തിൻ്റെ വിറകുകളാക്കി ഞങ്ങൾ ആരെയും നീ മാറ്റില്ല അള്ളാഹ്. സ്വർഗ്ഗം നിന്ന് അനുഗ്രഹിക്കണേ അള്ളാഹ്. അള്ളാഹുവെ, അറിയുന്ന ഇൽമുകളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുന്ന വക്താക്കളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അള്ളാഹ്. പിന്നെ പുറത്ത് പീസ് റേഡിയോൻ്റെ കളക്ഷൻ ഉണ്ട്. ഒരു കളക്ഷങ്ങൾ ഉള്ളിൽ കൊടുത്തതല്ലേ, പുറത്ത് പോകുമ്പോൾ ഒന്നുകൂടെ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. നമുക്കറിയാം, നമ്മുടെ ഇടത്തനാട്ടുകാരൊരു പരിപാടി വെച്ച് അവിടെയുള്ള ആളുകളൊക്കെ പരിപാടി കേൾക്കും. പക്ഷെ പീസ് റേഡിയോൻ്റെ പ്രത്യേകത ലോകത്തിൻ്റെ നാനാദിക്കുകളിലുള്ള ആളുകൾക്ക് ഒരേ സമയം അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ കഴിയാവുന്ന വലിയൊരു സംരംഭമാണ്. നമ്മളെ കൊണ്ട് എന്ത് കഴിയുന്നവോ, പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഞെരുക്കൊക്കെയുള്ള ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി അതിൻ്റെ മൂല്യം കൂടുതലാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കഴിയുന്ന രീതിയിൽ ഒരു സ്വതക്ക നിങ്ങൾ കൊടുത്തിട്ട് വേണം ഇവിടെ നിന്ന് ഇവിടെ പറയാൻ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെക്കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.